ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് CSIR നാഷണൽ ബൊട്ടാനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. കുറേ വേക്കൻസി വിളിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ അസിസ്റ്റന്റ്, ടെക്നീഷ്യൻ, അതുപോലെ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ്, ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ്, സ്റ്റോർ ആൻഡ് പർച്ചേസിലേക്ക്. അപ്പോൾ അത് നമ്മൾ നോക്കുന്നത് ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. സോ അപ്പോൾ ആ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് പറയുന്നുണ്ട് ഇതിൻ്റെ ഡേറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് വന്ന് 3/5/2025 ഓർത്തിരിക്കുക. ഇനി ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2/6/2025 ഓർത്തിരിക്കുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ് ഇവർ ഇൻവൈറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ്. ടെക്നിക്കൽ അസിസ്റ്റന്റ് 9 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. ജനറൽ കാൻഡിഡേറ്റ് 4, OBCക്ക് 1, SCക്ക് 2, EWSന് 1, ദെൻ അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റിന് 1 എന്നിവയാണ്. സാലറി നോക്കുകയാണെങ്കിൽ 35,000 അപ് ടു 1,12,000 വരെയാണ് സാലറി എന്ന് ഓർത്തിരിക്കുക. നമുക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫാർമക്കോമേഴ്സ് ആണ്. അപ്പോൾ അത് ടെക്നിക്കൽ അസിസ്റ്റന്റ് കീഴിലാണ് വിളിച്ചിരിക്കുന്നത്. ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏജ് ലിമിറ്റ് ഇപ്പോൾ 28 വയസ്സിലുള്ളവർ അപ്ലൈ ചെയ്യാം. ഇവിടെ ഓർത്തിരിക്കുക നിങ്ങൾക്ക് എല്ലാം കൂടെ എല്ലാ അലവൻസും കൂടെ കൂട്ടി നിങ്ങൾക്ക് കിട്ടുന്ന സാലറി 75,000 ആണെന്ന് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഇവിടെ പറയുന്നുണ്ട് ക്വാളിഫിക്കേഷൻ BSc വിത്ത് കെമിസ്ട്രി ഉള്ളവർക്കിലേക്ക് അപ്ലൈ ചെയ്യാം. ഓർ നിങ്ങൾക്ക് അതിൻ്റെ തത്തുല്യമായിട്ട് പഠിച്ച BSc വിത്ത് തന്നെ ഓർത്തിരിക്കുക. അല്ലെങ്കിൽ BSc വിത്ത് കെമിസ്ട്രി പഠിച്ചാലും തത്തുല്യം പഠിച്ചാലും നിങ്ങൾക്ക് 60% മാർക്ക് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 1 ഇയർ ഫുൾ ടൈം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. അല്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ BSc കെമിസ്ട്രി വിത്ത് 60% മാർക്കും അതുപോലെ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. വർക്ക് എക്സ്പീരിയൻസ് പറയുന്നത് ഫാർമക്കോമേഴ്സി, അത് നാച്ചുറൽ പ്രോഡക്ട്സ്, ബയോ പ്രോസ്പെക്ഷൻ, ഹെർബൽ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, അതിന് ഹാൻഡ്ലിംഗ് ഓഫ് നെറ്റിക്കൽസ് ഇൻസ്ട്രുമെന്റേഷൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞത് ഇത് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. രണ്ടാം വിളിച്ചിരിക്കുന്ന എൻവയോൺമെന്റൽ സയൻസ് ആണ്. ടെക്നിക്കൽ അസിസ്റ്റന്റ് ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ജനറൽ കാൻഡിഡേറ്റിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 28 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. സാലറി 75,000 ആണ് പെർ മന്ത് കിട്ടുന്നതെന്ന് ഓർത്തിരിക്കുക. ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ BSc വിത്ത് എൻവയോൺമെന്റ് സയൻസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ തത്തുല്യമായിട്ട് ഉള്ള യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം അവർക്ക് 60% മാർക്ക് ഉണ്ടായിരിക്കണം. 1 ഇയർ ഫുൾ ടൈം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം അതല്ലാത്തവരാണെങ്കിൽ BSc വിത്ത് എൻവയോൺമെന്റ് സയൻസിൽ 60% മാർക്കും 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഈ വർക്ക് എക്സ്പീരിയൻസ് ഇവിടെ പറയുന്നത് സോയിൽ, വാട്ടർ, പ്ലാന്റ്, അതുപോലെ തന്നെ സാമ്പിൾസ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ NVL ലാബോറട്ടറി ഒക്കെ പഠിച്ച എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്ന മോളിക്കുലർ ബയോളജിയാണ്. ടെക്നിക്കൽ അസിസ്റ്റന്റ് ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അത് EWSിലേക്കാണ് വന്നിരിക്കുന്നത് ഓർത്തിരിക്കുക. ഏജ് ലിമിറ്റ് 28 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സാലറി പെർ മന്ത് കിട്ടുന്ന 75,000 ആണെന്ന് ഓർത്തിരിക്കുക. ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ BSc ഇൻ മോളിക്കുലർ ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി ഓർ തത്തുല്യം പഠിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 60% മാർക്ക് ഉണ്ടായിരിക്കണം. 1 ഇയർ ഫുൾ ടൈം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓർ BSc ഇൻ മോളിക്കുലർ ബയോളജി, ബയോടെക്നോളജി അതല്ലെങ്കിൽ തത്തുല്യം വിത്ത് 60% മാർക്കും 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇനി എക്സ്പീരിയൻസ് പറയുന്നത് മോളിക്കുലർ ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി അല്ലെങ്കിൽ ജീനിയം എഡിറ്റിംഗ്, പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ഇതിൽ എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കും എന്ന് പറയുന്നത്. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്നത് പ്ലാന്റ് ബ്രീഡിംഗ് ആണ്. ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ് വന്നിരിക്കുന്നത്. SC റിസർവേഷൻ പോസ്റ്റാണ് വന്നിരിക്കുന്നത്. ഒരു വേക്കൻസി 33 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇവിടെ സാലറി 75,000 ആണ് പെർ മന്ത് കിട്ടുന്നത്. ഇവിടെ ക്വാളിഫിക്കേഷൻ പറയുന്നത് BSc അഗ്രികൾച്ചർ ആണ് ഓർ ഇക്വലന്റ്. അത് വിത്ത് നിങ്ങൾക്ക് മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം. അതിന് നിങ്ങൾക്ക് 1 ഇയർ ഫുൾ ടൈം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഓർ നിങ്ങൾക്ക് അല്ലെങ്കിൽ BSc അഗ്രികൾച്ചർ വിത്ത് 60% മാർക്കും 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി എക്സ്പീരിയൻസ് പറയുന്നത് പ്ലാന്റ് ബ്രീഡിംഗ് അല്ലെങ്കിൽ ജനറ്റിക് ഇംപ്രൂവ്മെന്റ് ക്രോപ്സിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കും എന്ന് പറയുന്നത്. നെക്സ്റ്റ് വിളിക്കുന്നത് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ ആണ്. ടെക്നിക്കൽ അസിസ്റ്റന്റ് 4 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനറൽ 1, OBC 1, SC 1, PWD 1 എന്നിങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 28 വയസ്സ് വരെയുള്ളവർക്ക് ജനറൽ കാൻഡിഡേറ്റ്, ബാക്കിയുള്ള ഏജ് റിലാക്സേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ 75,000 ആണ് പെർ മന്ത് കിട്ടുന്ന സാലറി നോക്കിയിരിക്കുക. ക്വാളിഫിക്കേഷൻ BSc അഗ്രികൾച്ചർ ഓർ BSc ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ തത്തുല്യം പഠിച്ചവർക്ക് വിത്ത് 60% മാർക്ക് ആൻഡ് 1 ഇയർ ഫുൾ ടൈം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വേണം. അല്ലാത്തവരാണെങ്കിൽ BSc അഗ്രികൾച്ചർ ഓർ BSc ഹോർട്ടിക്കൾച്ചറിൽ 60% മാർക്കും 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 1 ഇയർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഏരിയ ഓഫ് കൺസർവേഷൻ, പ്രൊപ്പഗേഷൻ, ഗാർഡൻ മാനേജ്മെന്റ് ആൻഡ് അഗ്രോണമിക് റിസർച്ച് ആൻഡ് എക്സ്റ്റൻഷൻസിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കലിലേക്കാണ്. ടെക്നിക്കൽ അസിസ്റ്റന്റ് ഒരു വേക്കൻസി ജനറൽ കാൻഡിഡേറ്റിനാണ്. 28 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പെർ മന്ത് കിട്ടുന്ന സാലറി 75,000 ആണ് ഓർത്തിരിക്കും. ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടായവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ടെക്നോളജി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 3 വർഷത്തെ ഫുൾ ടൈം ഡ്യൂറേഷൻ പഠിച്ചിരിക്കുന്നത്. ഡിപ്ലോമ ഇൻ 3 വർഷത്തെ വേണമെന്ന് പറയുന്നുണ്ട്. വിത്ത് 60% മാർക്കും ഇവിടെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജിയിൽ 2 വർഷത്തെ ഫുൾ ടൈം കോഴ്സ്, അതായത് ലാറ്ററൽ അഡ്മിഷൻ അല്ല ലാറ്ററൽ എൻട്രി ആയിട്ട് കയറുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറയുന്നുണ്ട്. അവർക്ക് 60% മാർക്ക് വേണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. ഇവിടെ എക്സ്പീരിയൻസ് പറയുന്നത് ഇലക്ട്രിക്കൽ വർക്ക് സർവീസസ് ആൻഡ് മെയിൻ്റെനൻസിലാണ് എക്സ്പീരിയൻസ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എക്സാം നോക്കുകയാണെങ്കിൽ 3 പേപ്പർ എക്സാമാണ്. പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 ആണെന്ന് ഓർത്തിരിക്കുക. ഇവിടെ പേപ്പർ 2ഉം പേപ്പർ 3യും ആണ് നിങ്ങളെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. മിനിമം മാർക്ക് അതിന് വേണം പാസ്സാവാനായിട്ട്. അതുപോലെ തന്നെ അപ്പം പേപ്പർ 1 എന്ന് പറയുന്നത് ക്വാളിഫയിങ് നേച്ചറാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് പേപ്പർ 2നും പേപ്പർ 3യുടെ മാർക്ക് ബേസിസിലാണ് ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി ആയിരിക്കും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. OMR ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. 200 ക്വസ്റ്റ്യനാണ് ടോട്ടൽ വരുന്ന. ടൈം അലോട്ട് 3 മണിക്കൂറാണ് ഓർത്തിരിക്കുക. ഇനി പേപ്പർ 1 നോക്കുകയാണെങ്കിൽ 1 അവർ എക്സാം ആണ്. മെൻറ്റബിലിറ്റി ആണെന്ന് ഓർത്തിരിക്കുക. ഇവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ല. ഓരോ റൈറ്റ് ആൻസറിനും 2 മാർക്ക് വെച്ച് നിങ്ങൾക്ക് കിട്ടും. ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജുമാണ് പേപ്പർ 2 വരുന്നത്. 30 മിനിറ്റ് ആണ് ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത് ഓർത്തിരിക്കുക. 25 ക്വസ്റ്റ്യൻസ് ആണ് ഈച്ച് വരുന്നത്. ഇവിടെ ശരി ഉത്തരത്തിന് 3 മാർക്കും തെറ്റുത്തരത്തിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. 1 നെഗറ്റീവ് മാർക്കാണ് ഓർത്തിരിക്കുക. പേപ്പർ 3 എന്ന് പറയുന്നത് ടൈം അലോട്ട് ചെയ്യുന്നത് 90 മിനിറ്റ് ആണ് ഓർത്തിരിക്കുക. ഇത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ട്രേഡിനെ ബേസിലുള്ള
ഇരിക്കുമെന്ന് ഓർത്തിരിക്കുക. ഇവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 100 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇവിടെ 3 മാർക്കാണ് റൈറ്റ് ആൻസറിന്, നെഗറ്റീവ് മാർക്ക് 1 ആണെന്ന് ഓർത്തിരിക്കുക. സോ നെക്സ്റ്റ് നോക്കാം ഏജ് റിലാക്സേഷൻ നോക്കാം. SC/ST കാൻഡിഡേറ്റ് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ OBCക്ക് 3 വർഷത്തെ, PWDക്ക് 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് നോക്കാം. ആപ്ലിക്കേഷൻ ഫീസ് നോക്കുകയാണെങ്കിൽ OBC, ജനറൽ അതുപോലെ EWS കാറ്റഗറിക്ക് 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നതെന്ന് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ വുമൺ, SC/ST, PWD, എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല എന്നും ഓർത്തിരിക്കുക. സോ നെക്സ്റ്റ് നോക്കുന്നത് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഹൗ ടു അപ്ലൈ എന്നാണ് ഇവിടെ കൊടുക്കുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടെ അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ ലിങ്ക് അവിടെ കൊടുക്കുക, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിന് recruitment.nvri.res.in എന്ന് പറയുന്ന വെബ്സൈറ്റ് പോകണം ഇത് അപ്ലൈ ചെയ്യണമെന്ന് ഓർത്തിരിക്കുക. PDF താഴെ അനക്ഷരി കിടക്കുന്നത് നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, SC/ST, OBC കാൻഡിഡേറ്റിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഇതിൻ്റെ താഴെ കിടക്കുന്നത് ഈ അനക്ഷരി കിടക്കുന്നത്. സോ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് CSIR നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. സോ അപ്പം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിൽ അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2/6/2025 ഓർത്തിരിക്കുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രമേ ഇൻവൈറ്റ് ചെയ്യുള്ളൂ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിൽ അപ്ലൈ ചെയ്യുക. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.